കോവിഡ് വ്യാപനം ഉയരുന്നതിനിടെ മാർഗനിർദ്ദേശങ്ങളുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് രംഗത്തെത്തി. രോഗലക്ഷണങ്ങളുള്ള മുഴുവൻ പേർക്കും കോവിഡ് പരിശോധന നടത്തണം. ആശുപത്രികളിൽ കൂട്ടിരിപ്പുകാർ ആയവരുടെയും സന്ദർശകരുടെയും എണ്ണം നിയന്ത്രിക്കണം. ചികിത്സാ സംവിധാനങ്ങളുടെ പര്യാപ്തത ആശുപത്രികൾ വിലയിരുത്തണം എന്നും നിർദ്ദേശമുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, കോവിഡ് കേസുകളിൽ വർധനയാണ്. പക്ഷേ നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എന്നാൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതല്ലേ ആരോഗ്യവകുപ്പ് പറയുന്നത്? അനുജ, തീർച്ചയായും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തില്ല. പക്ഷേ വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് ആരോഗ്യവകുപ്പ് തന്നെ അറിയിക്കുന്ന കാര്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയത്. അത് ഏതെങ്കിലും തരത്തിൽ കോവിഡ് ബാധിച്ച് അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാൻ സാഹചര്യമുള്ള കേസുകൾ ഉണ്ടാവും. അവർ കൃത്യമായി ഈ പൊതു ഇടങ്ങളിൽ എത്തുമ്പോൾ മാസ്ക് ധരിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊന്ന്. ഒപ്പം ഈ പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന മുഴുവൻ പേർക്കും ഈ കോവിഡ് ടെസ്റ്റ് നടത്തണം. അത് ആദ്യം ആന്റിജൻ പരിശോധന നടത്തുക, അതിന് പിന്നാലെ അത് നെഗറ്റീവായാൽ RT-PCR ടെസ്റ്റ് നടത്തണമെന്നതാണ് ഈ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്ന കാര്യം. ഒപ്പം ഈ ആശുപത്രികളിൽ എത്തുന്ന ആളുകൾ കൃത്യമായി മാസ്ക് ധരിക്കണം. അത് ആശുപത്രിയിലെ ബന്ധപ്പെട്ട അധികൃതർ ഉറപ്പാക്കുകയും വേണമെന്ന നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം, ഈ ആശുപത്രികൾ കൂടുതൽ സജ്ജമാകാനുള്ള ഒരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. അത് ഈ ഓക്സിജൻ ലഭ്യത, ഒപ്പം ICU കിടക്കകൾ ഉൾപ്പെടെ ആശുപത്രികൾ സജ്ജമാക്കണം. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു മോക്ക് ഡ്രിൽ വരും ദിവസങ്ങളിൽ സർക്കാർ സ്വകാര്യ ആശുപത്രിയിൽ നടത്തണമെന്നും ഈ മാർഗനിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ സംസ്ഥാനത്ത് 1416 ആക്റ്റീവ് കേസുകളാണ് ഉള്ളത്. ഇതിൽ ജനുവരി മുതൽ ഈ ജൂൺ മാസം വരെയുള്ള കണക്കെടുത്താൽ 9 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോവിഡിനെ കരുതിയിരിക്കണമെന്നതാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. 1416 ആക്റ്റീവ് കേസുകളാണ് നിലവിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനിടെയാണ് മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തിയത്. മാസ്ക് ധരിക്കണം, കൂടാതെ രോഗലക്ഷണങ്ങളുള്ള മുഴുവൻ പേർക്കും കോവിഡ് പരിശോധന ആന്റിജൻ ടെസ്റ്റ് നടത്തണം. ആശുപത്രികളിൽ കൂട്ടിരിപ്പുകാരുടെയും സന്ദർശകരുടെയും എണ്ണം നിയന്ത്രിക്കണം. ചികിത്സാ സംവിധാനങ്ങളുടെ പര്യാപ്തത ആശുപത്രികൾ ഉറപ്പുവരുത്തണം എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം.